ചെറിയൊരു ചെമ്പരത്തി കൊമ്പാണ്. അതിൽ കൊമ്പിനെക്കാട്ടിലും വലിപ്പമുള്ള പൂവ്, നല്ല ഭംഗിയുള്ള പൂവ്. നിറയെ തുളസികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഈ തുളസികൾ ഭഗവാന് നിറയെ വയ്ക്കാനും അമ്പലത്തിൽ പൊട്ടിച്ചു കൊണ്ട് കൊടുക്കാനും എന്തൊരു സന്തോഷമാണ്. മഴ സമയമായ കാരണം കൊണ്ട് നല്ല കുളിർങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കുളിർത്തുണ്ടായിട്ടുണ്ട് നന്നായിട്ട്. തുളസി ഏകാദശി ദിവസം പൊട്ടിക്കരുത് പറയും. അരിയരുതേ തുളസി ദളം ഏകാദശി നാൾ ഒട്ടും അരി അരുതേ എന്നാണ് പറയുക. അതായത് ഏകാദശി ദിവസം നമ്മൾ തുളസി ദളം പൊട്ടിക്കാൻ പാടില്ല. പിന്നെ ഏകാദശി ദിവസം നമ്മൾ അരി ഭക്ഷണം കഴിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുരുവായൂർ പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ രൂപങ്ങൾ, പൂജാ റൂം ഇവിടെയാണ്, ഇതാണ് പൂജാ റൂം. പക്ഷേ ഗുരുവായൂർ പോണ സമയത്ത് ഞാനിത് ബുക്ക് വെക്കണ, എൻ്റെ ഭാഗവതം, രാമായണം ഇതൊക്കെ ഇങ്ങനെ എല്ലാം ബുക്ക് വെക്കണ ഷെൽഫുകളാണ്. ആ ഷെൽഫിൻ്റെ അടിയിൽ മുകളിൽ ഞാനിങ്ങനെ ഇതാ ലഡ്ഡു ഗോപാലൻ, എന്ത് രസമാണ് ലഡ്ഡു ഗോപാലൻ ചിരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലഡ്ഡു ഗോപാലുണ്ട്. പിന്നെ വെണ്ണ തിന്നണ ഉണ്ണിക്കണ്ണൻ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോ ഉമ്മ കൊടുക്കും ഉണ്ണിയോളം എടുത്തിട്ട്. ഉണ്ണി പിന്നെ എന്താ പറയുക, ഇതും വെണ്ണ തിന്നണ തന്നെയാണ്. ഒരു പീലിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇതാ ഇരിക്കണ ആൾ നന്നായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ പോണ സമയത്ത് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വാങ്ങിച്ച് കൊടുന്ന് വയ്ക്കുക. ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികമായിട്ടില്ല. ഒരു പശുക്കുട്ടിയായിട്ടേ ഉള്ളൂ. ഇനി ഇങ്ങനെ നിറയെ പശുക്കളെ, ഇനി എന്താ പറയുക, നിറയെ കൊടുന്ന് വെക്കണം പശുക്കളെ. ഇത് ഞാൻ ചുമ്മാ ഒരു പൂവ് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ്. പിന്നെ പശുവിന് ചെടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതാ നിറയെ ഇങ്ങനെ ചെടികൾ ഇട്ട് കൊടുത്തിരിക്കുക. ഒരു സുഖം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. വെറുതെ ഇങ്ങനെ ഒന്ന് നോക്കുക. നന്നായിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ. അയ്യോ ലഡ്ഡു ഗോപാലൻ, ലഡ്ഡു ഗോപാലൻ്റെ ഫേസ് ശരിക്കും കാണാൻ പറ്റണില്ല. ഇതാ ഉണ്ണിയുടെ ഫേസ് ഇതാ. ഇതൊക്കെ ഒരു രസം. പശുക്കളെ ഇനി കുറേ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കണം. എന്നമാതിരി ഭഗവാന്റെ പല പല രൂപങ്ങൾ നിറയെ കൊടുന്ന് വെക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ടൊരു വൃന്ദാവനമാക്കണം എന്നുണ്ട് എനിക്കിവിടെ. ഈ ഷെൽഫിൻ്റെ മുകളിൽ ഒരു വൃന്ദാവനമാക്കണം എന്നുണ്ട്.